എൻ്റെ അടുത്ത് പലരും പറഞ്ഞു വിക്കി അത് സിദ്ദിഖ് സാറിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നമാണ്, ഡയറക്ഷൻ സൈഡിൽ നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. തുറന്ന് പറഞ്ഞ് രണ്ടുപേരേ ഉള്ളൂ. ഈ പിന്നെ ഇത് ജേസുവിനെ തുറന്ന് പറഞ്ഞു ഈ പ്രോജക്റ്റ് വർക്ക് ഔട്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ഈ കഥ പറയാൻ വേണ്ടി കുറേ പേരെടുത്ത് പോയായിരുന്നു, അത് അനുഭവം കൊണ്ട് പറയാം. ഇല്ല, ഈ ജമാലിൻ്റെ ഇതിൻ്റെ പൊതുവെ വേറെ കഥ പറയാൻ വേണ്ടി തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. കഥ പറയാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ രണ്ടും കൽപ്പിച്ച് പോകില്ലേ. ഇപ്പം നമ്മൾ കുറേ പഠിച്ചു മുമ്പാണോ? അതെ, ഈ ജമാലിൻ്റെ പുഞ്ചിരിക്കുമ്പോൾ എത്രയോ വർഷത്തിന് മുമ്പാണ്. അന്ന് സിനിമ എന്നുള്ള പാഷൻ മനസ്സിലുള്ളിടത്തോളം കാലം ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും അന്നില്ല. അന്ന് സിനിമ ചെയ്യാമെന്നുള്ളത് മാത്രമേ അന്ന് അറിയാവൂ. അന്ന് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ എല്ലായിടത്തും പോയി കഥ പറയുക. കാരണം വെച്ചാൽ വേറെ നഷ്ടപ്പെടാമൊന്നുമില്ല. ആ ധാരണയിലാണ് പോണത്. ഒരു കഥയും കൊണ്ടങ്ങ് പോവുക, ഡയറക്റ്റായിട്ട് ഇടിച്ചങ്ങ് പോവുക. പക്ഷെ അവിടെ ചിലപ്പം അത് അങ്ങനെ ആദ്യമായിട്ട് പോയതാണ് നമ്മുടെ ആസിഫ് അലി അടുത്താണ്. അങ്ങനെ ആസിഫ് അലി സോറി നമ്മുടെ ചാക്കോച്ചൻ്റെ അടുത്താണ്. പിന്നെ അന്ന് തലയോലപ്പറമ്പിൽ അത് വേറെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി തരണം നമ്മുടെ പ്രേംകുമാറാണ്, കഴക്കൂട്ടം പ്രേംകുമാർ. കാരണം കഴക്കൂട്ടം പ്രേംകുമാർ എൻ്റെ ഒരു ദൂരദർശനിൽ ഈ ടെലിഫിലിംസിൻ്റെ ചാകരയുള്ള സമയത്താണ് പിന്നെ പറയാമെന്നും പറഞ്ഞുകൊണ്ടൊരു ടെലിഫിലിം ഞാൻ അതിൻ്റെ നായകൻ അതിൽ വന്നത് ഈ പ്രേംകുമാർ ആണ്. പുള്ളി വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഞാൻ കഥ പറയാൻ വേണ്ടി പോവാ. പക്ഷേ പുള്ളിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ അന്നത്തെ അവസ്ഥയിൽ പ്രൊഡ്യൂസറെ കിട്ടാനുള്ള പാടുകൊണ്ട് ആ കഥ നടന്നില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീണ്ടും ഈ കഥയല്ല, അത് കഴിഞ്ഞ ശേഷം കുറേ കഴിഞ്ഞ ശേഷം വേറൊരു കഥയായിട്ടാണ് നമ്മുടെ ആസിഫിലെ കാണാൻ വേണ്ടി എറണാകുളത്ത് പുള്ളിയും വന്ന് കഥ പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് ആ കഥ അത്രത്തോളം ഡൈജസ്റ്റായില്ല. അതുകൊണ്ട് പിന്നെ അത് പ്രോജക്റ്റ് നടന്നില്ല. പക്ഷേ ഏറ്റവും എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടി തന്നത് ചാക്കോച്ചനായിരുന്നു അന്ന്. അത് മരിച്ച മഹേഷ് മിത്ര എന്ന് പറഞ്ഞൊരു കഥാകൃത്തുണ്ട്, പുള്ളിയുടെ കഥയായിരുന്നു. നല്ലൊരു കഥയായിരുന്നു സംഭവം. അതെനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ പിന്നെ ആ പിന്നീട് നീണ്ടുപോയപ്പോഴത്തേക്ക് പിന്നെ പ്രൊഡ്യൂസർ മാറി. അങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് ജയസൂര്യടുത്ത് പറയാം. അത് ഈ എറണാകുളത്തുള്ള 2 എഴുത്തുകാരാണ്. അങ്ങനെ അതൊരു പിന്നെ എറണാകുളത്ത് പോയി പുള്ളി കുറേ സംസാരിച്ചു. പക്ഷേ അന്നും ഈ സബ്ജക്റ്റിൻ്റെ പ്രശ്നം കാരണമാണ്. അത് പുള്ളി അന്ന് ഒരു പേടിയില്ല, ധൈര്യം. അല്ലല്ല, അത് ഈ തുറന്ന് പറഞ്ഞ രണ്ടുപേരേ ഉള്ളൂ. ഈ പിന്നെ ഇത് ജേസുവിനെ തുറന്ന് പറഞ്ഞു ഈ പ്രോജക്റ്റ് വർക്ക് ഔട്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ഇല്ല തീർച്ചയായിട്ടും അത് പിന്നെ പുള്ളിയെ നോക്കാം എന്നുള്ള വാക്കല്ല പറഞ്ഞത്. അത് ഇത് ഒരിക്കലും നമുക്ക് അല്ലല്ല, അത് അവർ കാരണം ചിലപ്പം നേരത്തേനും അതേപോലത്തെ ക്യാരക്ടറിലും ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ കഥയ്ക്ക് ബലം ഉണ്ടാവില്ല തോന്നി. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മുടെ കാട്ടിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു കുറേ കാലം കൊണ്ട് കാണുന്നതല്ലേ. പിന്നല്ലാതെ നിരാശ എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആഗ്രഹമായിട്ടാണല്ലോ പോണത്. അതും ജയസൂര്യ കാണാം. അന്ന് ജയസൂര്യ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. അതായത് ട്രിവാൻഡ്രം ലോഡ്ജ് അങ്ങനെ സിനിമ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജ്. ആ സിനിമയൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് പിന്നെ ഈ ജമാലിൻ്റെ പുഞ്ചിരി തുടങ്ങിയപ്പം എനിക്കൊരു അനുഭവം പറ്റിയെന്ന് വെച്ചാൽ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് കഥ പറയാം. സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് അതിൽ പലരും പറഞ്ഞു സിദ്ദിഖ് സാറിനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ സിദ്ദിഖ് സാറ് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ദിലീപ് അഭിനയിക്കുന്ന സെറ്റിലാണ് സിദ്ദിഖ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നത്. സിദ്ദിഖ് സാറിന് 2 വരിയെ കഥ പറഞ്ഞോളൂ. 2 വരിയെ പറഞ്ഞു, ഇങ്ങനെ ഒരു മുതലാളിയാണ് സംഭവം, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉണ്ട്, പരിചയമുണ്ട്. ഞാൻ പരിചയം വരുന്ന എങ്ങനെ ഞാൻ പറഞ്ഞില്ല, കളരി എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് കളരി. ആ സിനിമയിൽ കൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ആ സിനിമയുടെ ഡയറക്ടർ പ്രസീം മള്ളൂർ എന്ന് പറയും. പുള്ളി ലൂസ് അരപ്പരി ലൂസ് പിന്നെ 3-4 സിനിമ ചെയ്ത ഡയറക്ടറാണ് പ്രസീം മള്ളൂർ. പുള്ളിയുടെ കളരി എന്നുള്ള സിനിമ അത് എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാനായിട്ട് ഫുൾ ഫ്രീഡം പുള്ളി തന്നു. അതിൻ്റെ എഡിറ്റിംഗ് ഞാൻ പഠിക്കുന്നു, എല്ലാം ടെക്നിക്കൽ സൈഡ് എല്ലാം പഠിക്കും. അന്ന് നമ്മൾ മൂവി ഓളയിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിങ്ക് സൗണ്ട് എങ്ങനെ, ഈ ക്ലാപ്പ് ബോർഡ് എങ്ങനെ വന്ന് ഇങ്ങനെ തട്ടുമ്പോഴാണ് സിങ്ക് സൗണ്ട് കറക്റ്റ് അത് പുള്ളിയാണ് ഈ കാണിച്ചു തരുന്നത്. ആ ഓരോ ഫിലിമിൻ്റെ ഓരോ ഫ്രെയിമും പിടിച്ച് അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ശങ്കുണ്ണി സാറോട്ട് ഒരുപാട് അടുത്ത് പഴകാൻ പറ്റി. അങ്ങനെ നന്നായിട്ട് ആ സെറ്റിൽ വെച്ചാണ്. അതാണ് സിനിമയുടെ പേരാണ് കളരി. അതിലാണ് സിദ്ദിഖ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. സിദ്ദിഖ് സാർ അവരുടെ കോംബോയാണ്. സിദ്ദിഖ്, ജഗദീഷ്, പിന്നെ അങ്ങനെ വരുന്നൊരു കോംബോ അന്നുണ്ടായിരുന്നു. അവരുടെ നമ്മുടെ ഋഷഭാവ, പിന്നെ മരിച്ചുപോയ ബോബി കൊട്ടാരക്കര, ഇവരെ വച്ചിട്ടുള്ള കുറേ സിനിമകൾ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു.
ഇതും കുറച്ച് നന്നായിട്ട് ഓടിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഞാനായിരുന്നു. അന്ന് സിദ്ദിഖ് സാറുമായിട്ട് നല്ല പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ജമാലിൻ്റെ പുഞ്ചിരിയുടെ കഥ പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു, സാർ എന്നെ ഓർമ്മയുണ്ടോ, വിക്കിയാണ് പഴയ നീയാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് വളരെ അത് വന്നവല്ല. നമ്മുടെ സെറ്റിനകത്ത് 8 ദിവസമാണ് പുള്ളി നമുക്ക് ഡേറ്റ് തന്നത്. 8 ദിവസവും വളരെ നന്നായിട്ട് കോപ്പറേറ്റ്. കാരണം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളൊരു ടോക്കല്ല നമ്മൾ അകത്ത് കാണുന്നത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, വിക്കി അത് സിദ്ദിഖ് സാറിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നമാണ്, ഡയറക്ഷൻ സൈഡിൽ നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ ആ കറക്റ്റാണ് ഒരു കാര്യം. എന്തിനാണ് ഒന്നുമില്ല, ഒട്ടും ഒന്നുമില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പടം ചെയ്യുകയാണെങ്കിൽ പേടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ നിറച്ച് കഴിഞ്ഞാൽ, കാരണം 100-150 മെമ്പേഴ്സുള്ള ഒരു ക്രൂവിൻ്റെ ക്യാപ്റ്റനാണ് നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നൊരു വാക്ക് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അഡമൻ്റായിട്ട് നമ്മൾ പറഞ്ഞു ഇത് മതി, ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. അപ്പോൾ പറയുമ്പോൾ തന്നെ അവർ നമ്മൾ ജഡ്ജ് ചെയ്യും കേട്ടോ. അവർ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കഴിയും, അതോടെ കഴിഞ്ഞു. പിന്നെ നടക്കുകയില്ല. പിന്നെ പ്രശ്നം പല രീതിയിൽ മാറിപ്പോവും, വഴിതെറ്റി പോകും സാധനം. ഈ കഥ പറയാൻ പോകുമ്പോഴേ പല രീതിയിലുള്ള ആൾക്കാരെ കാണുന്നത്, നോക്കാന്ന് പറയുന്നവരുണ്ട്, നടക്കുന്നില്ല പറയുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാക്കാരുടെ മനസ്സ് എങ്ങനെയാണ്, എന്താണ് അവർ തുറന്ന് പറയുന്നതാണോ നല്ലത്, അതുമായിട്ട് വലിച്ചു നീട്ടുന്നതാണോ നല്ലത്? അല്ലല്ല, തുറന്ന് പറയുന്നതാണ് നല്ലത്. തുറന്ന് പറയുന്ന ആൾക്കാരുണ്ട്, തുറന്ന് പറയാം. ഒരുപാട് പേര് നോക്കാമെന്ന് വാങ്ങിച്ച് വെച്ച് സ്ക്രിപ്റ്റിനെ വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട്. അത് മാത്രമേ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ സിനിമയുടെ ഒരു ത്രെഡ് കിട്ടിയാൽ മതി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പിന്നെ വിളിച്ച് പറയാമെന്നാണ്. പക്ഷേ ഇവൻ പോയി കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ത്രെഡ് വേറൊരു രൂപത്തിൽ സിനിമയായിട്ട് വരണത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു ഇത് കേട്ട് കാണും, ഒരാളിൻ്റെ ഒരു കഥ ഇന്നത്തെ പ്രശസ്തമായ സിനിമയായിട്ട് വെളിയിൽ വന്നിട്ട് എൻ്റെ അല്ല വേറൊരാളിൻ്റെ അങ്ങനെ ഒരു കഥ ഇങ്ങനെ പറയുന്നു. നൗഷാദ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അവരുടെ പിന്നെ സിസ്റ്റർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ആൾക്ക് ഈ പറഞ്ഞയക്കുന്ന മാത്രമല്ല, നമ്മൾ സ്ക്രിപ്റ്റുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ പറഞ്ഞയക്കുന്ന അല്ലല്ല പോയിട്ടില്ല. പോയിട്ടുണ്ട് ഒരുപാട്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പോയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിനെ വേറൊരു രൂപത്തിലോട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ ഒരു നമ്മൾ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് കാര്യം. ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജമാലിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? വിജയിച്ചാൽ അത്യാവശ്യം ഓടി 2 ആഴ്ച തിയേറ്ററിൽ ഓടി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ മറ്റേ ഗുഡ്വിൽ ഫിലിംസാണ് എടുത്തിരിക്കുന്നത്. അവർ ഇപ്പം ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ടീമാണത് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഏതാണ്ട് 10-20 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. വളരെ ഡൗൺ ടു എർത്ത് അല്ലേ? വളരെ അതാണ് അവർ. പുള്ളി എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ ജമാലിൻ്റെ പുഞ്ചിരി ക്യാരവൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ക്യാരവനിലൊന്നും ഇരിക്കത്തില്ല. പുള്ളി നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്ന് ആഹാരം കഴിക്കുക. വളരെ സിമ്പിളായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. വളരെ സാധാരണക്കാരനെ പോലെ ആഹാരം കഴിക്കുക പുള്ളി വളരെ. പക്ഷേ പുള്ളി എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയാം. പക്ഷേ എൻ്റെ പരിചയങ്ങളുണ്ടായിരിക്കും. എൻ്റെ ഒരു ആദ്യത്തെ പിന്നെ സീരിയലിൽ പുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള അടുത്തൊരു ബന്ധമാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമാണ്. പിന്നെ അങ്ങനെയുള്ളൊരു ടീമൊക്കെ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു അടുപ്പമുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഇതായിരിക്കും, നമ്മൾ സിങ്കായിരിക്കും.